അന്നത്തെ ദിവസം വമ്പിച്ച നാശം നിഷേധികൾക്കാകുന്നു. ഇനി ഇതിന് ശേഷം ഏത് വാർത്തയിലാണ് അവർ വിശ്വസിക്കുന്നത്? അവിടെ ഇതിന് ശേഷം എന്നുള്ളത് ബ്രാക്കറ്റിൽ ഖുർആൻ എന്ന് മുഫസ്സിറുകൾ കൊടുത്തത് കൊണ്ട് ഈ ഖുർആന് ശേഷം ഏത് വാർത്തയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇവിടെ ഹദീസ് എന്നാണ് വാർത്ത എന്നുള്ളതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഹദീസ് നിഷേധികൾക്ക് എടുത്ത് വീശാൻ പറ്റും. ഈ ഖുർആന് ശേഷം ഏത് ഹദീസാണ് നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ളത് എന്ന ചോദ്യം. ഇവിടെ ഹദീസ് എന്നുള്ളതുകൊണ്ട് വാർത്ത എന്നാണ് അർത്ഥമാക്കിയിട്ടുള്ളത്. ഇനി ഇതിന് ശേഷം ഏത് വാർത്തയിലാണ് അവർ വിശ്വസിക്കുന്നത്? ഇതിൻ്റെ വ്യാഖ്യാനം: ഖുർആന്റെ പതിവനുസരിച്ച് സത്യനിഷേധികളുടെ ചില അനുഭവങ്ങൾ വിവരിച്ച ശേഷം സദ്വൃത്തരോടുള്ള സന്തോഷ വാർത്തയാണ് 41-43 വാക്യങ്ങൾ. ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട ചുരുങ്ങിയ ആയുഷ്കാലം തീരുന്നതുവരെ നിങ്ങൾക്കിവിടെ യഥേഷ്ടം വിഹരിക്കാം, പക്ഷേ നിങ്ങളുടെ പര്യവസാനം ഭയങ്കരമാണ് എന്നാകുന്നു വാക്യം 46 സാരം. അവർ ഇത്ര പാപികളായി തീരാൻ കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിക്കാതിരുന്നതാണ് എന്ന് വാക്യം 48 ചൂണ്ടിക്കാട്ടുന്നു. ഇത്രയും വ്യക്തവും യുക്തവുമായ ഉപദേശങ്ങളും താക്കീതും അടങ്ങിയ ഈ ഖുർആനിൽ അവർ വിശ്വസിക്കുവാൻ തയ്യാറല്ലെങ്കിൽ ഇനി ഏതൊന്നിലാണ് അവർ വിശ്വസിക്കാൻ പോകുന്നത് എന്നാണ് അവസാനമായി അള്ളാഹു ചോദിക്കുന്നത്. ഇത്രയും വ്യക്തവും യുക്തവുമായ ഖുർആൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഖുർആൻ്റെ വ്യക്തത നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ തന്നെ കണ്ടു. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഇന്ന് വരെ തീരുമാനമായിട്ടില്ല. എന്നിട്ടാണ് ഇവർ തന്നെ പറയുന്നത് ഇത് വ്യക്തവും യുക്തവുമാണ്.